ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. നെക്സ്റ്റ് വരുന്നതാണ് ഏജൻസി പ്രോബ്ലംസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന ഏജൻസി പ്രോബ്ലംസ് എന്താണ് എന്നുള്ളതാണ്. ഈ ഏജൻസി പ്രോബ്ലം കൊണ്ടുവന്നത് മൈക്കിൾ ജെൻസൺ ആൻഡ് വില്യം മെക്ലിംഗ് 1976 ഈ ഏജൻസി പ്രോബ്ലത്തിനെ കുറിച്ച് തന്നെ അറിയുന്നത്. അതായത് ഓരോ ഓർഗനൈസേഷനിലും ഈ സെപ്പറേഷൻ ഉണ്ടാകും. അതായത് ഓണേഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടാകും. അങ്ങനെ സെപ്പറേഷൻ വരുന്ന സമയത്ത് അവർ തമ്മിലുള്ള ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. അതേപോലെ തന്നെ പ്രൊഫഷണൽ മാനേജേഴ്സിന്റെ കാര്യമായാലും മറ്റുള്ള മാനേജേഴ്സിന്റെ കാര്യമായാലും അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടാകും. അതിന്റെ റിലേറ്റഡ് ആയിട്ട് പറയുന്നതാണ് ഈ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഈ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി ദ കോൺഫ്ലിക്ട് ഓഫ് ദ ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ കമ്പനീസ് മാനേജർ ആൻഡ് ദ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ മാനേജ്മെന്റും അതേപോലെ തന്നെ സ്റ്റോക്ക് ഹോൾഡേഴ്സും തമ്മിൽ വരുന്ന ആ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മുടെ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത് എത്രത്തോളം ആ കോൺഫ്ലിക്റ്റും കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, സോ ഈ ഏജൻസി പ്രോബ്ലത്തിന് കുറെ ടൈപ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് സ്റ്റോക്ക് ഹോൾഡർ വിസ് മാനേജ്മെന്റ് ആണ്. അതായത് സ്റ്റോക്ക് ഹോൾഡറും മാനേജ്മെന്റും തമ്മിൽ വരുന്ന ഫംഗ്ഷൻ ആണ്. ഇതെന്ന് പറയുന്ന സമയത്ത് ഹ്യൂജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഹോൾഡേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓർഗനൈസേഷനിൽ സെപ്പറേറ്റ് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാൻ വരുന്ന സമയത്ത് സ്റ്റോക്ക് ഹോൾഡേഴ്സിനോട് ഇൻഫോം ചെയ്യാതെ ഒരു മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വൈസ് വേഴ്സ എങ്ങനെയാണെങ്കിലും അവർ തമ്മിൽ അറിയാതിരിക്കുന്ന സമയത്താണ് ഈ പ്രോബ്ലംസ് വരുന്നത്, കുറെ ട്രബിൾസ് വരുന്നത്. അവിടെയാണ് നമ്മൾക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ ഏജൻസി പ്രോബ്ലത്തിൽ തന്നെ നമ്മുടെ സ്റ്റോക്ക് ഹോൾഡേഴ്സും മാനേജ്മെന്റ്സും തമ്മിൽ ഒരു റീസണും ഇല്ലാതെ മാനേജ്മെന്റ്സും അതേപോലെ തന്നെ ഓണേഴ്സും വന്നിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ദെൻ സ്റ്റോക്ക് ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും തമ്മിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. സ്റ്റോക്ക് ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും വരുന്ന സമയത്ത് അതായത് എന്തെങ്കിലും പ്രൊജക്റ്റിൽ എന്തെങ്കിലും റിസ്കോ കാര്യങ്ങളോ ഉണ്ട് എന്നാണെങ്കിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് അത് ക്രെഡിറ്റേഴ്സിനെ അറിയിച്ചിരിക്കണം. അവരെ അറിയിക്കാതിരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടാളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. ഓക്കെ, സോ അവർക്ക് ഇതിലൂടെ നമ്മൾക്കൊരു ലോസ് വരുമോ എന്നുള്ള ഒരു പേടി തന്നെ ഒരു ക്രെഡിറ്റേഴ്സിന് വരുന്നതായിരിക്കും. ഓക്കെ, ദെൻ സ്റ്റോക്ക് ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. സോ ഈ സ്റ്റോക്ക് ഹോൾഡേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് കസ്റ്റമേഴ്സ്, എംപ്ലോയീസും അതേപോലെ തന്നെ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ എന്നുള്ളതിന്റെ ബേസിസിലാണ് ഇവിടെ അടിയാവുന്നത്. ഓക്കെ, സോ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതായത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് സ്റ്റോക്ക് ഹോൾഡേഴ്സും ആസ് വെൽ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിൽ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോസസ് ഓഫ് ഏജൻസി പ്രോബ്ലം ആൻഡ് ദെയർ സൊല്യൂഷൻ. ഓക്കെ, എന്തൊക്കെ കോസസ് ആണ് അതിന് എന്തൊക്കെ സൊല്യൂഷൻ ആണ് എന്നുള്ളതാണ്. ആദ്യം വരുന്നത് മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ, അതായത് സ്റ്റോക്ക് ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സും എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ഓക്കെ, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ മാനേജേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ കോൺഫ്ലിക്ട് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ അതായത് മാനേജ്മെന്റും തമ്മിലും അതേപോലെ തന്നെ ടോപ്പ് ലെവലിൽ വരുന്ന പ്രശ്നമാണ് ഇതൊക്കെ. ടോപ്പ് ലെവലിൽ വരുന്ന പ്രശ്നം പറയുമ്പോൾ ബോർഡ് മീറ്റിംഗ് അതേപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഓക്കെ, സോ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സോ ഇതുപോലെ വരുന്നതിന് എന്തൊക്കെ കോസസ് ഓർ കോൺഫ്ലിക്ട്സ് എന്താന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് റെമ്യൂണറേഷൻ കിട്ടാതിരിക്കുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, മാനേജേഴ്സിന് നേരെ റെമ്യൂണറേഷൻസ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് വരുന്ന പ്രോബ്ലം. അതേപോലെ തന്നെ പ്രൊഫൈൽ ഡിഫറൻസസിൽ റിസ്ക് വരുന്ന സമയത്ത്. ഓക്കെ, ഓരോ ഹൈ റിട്ടേൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞ് ഒരാൾ കേട്ടില്ല എന്ന് വരുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസ്. ദെൻ അതേപോലെ തന്നെ വാലുവേഷൻ ഓഫ് ഹൊറിസോൺസിൽ വരുന്ന ഡിഫറൻസസ്. അതായത് നമ്മുടെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് റൺ ഉണ്ടാകും, ലോങ് റണ്ണും ഉണ്ടാകും. സോ അതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ചെയ്യുന്നത്? ഗോയിങ് കൺസേൺ എന്നുള്ള ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് ചെയ്യുന്നത്. അതായത് ബിസിനസ് വന്നിട്ട് ഇനി നീണ്ട കാലം നീളും എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. ദാറ്റ് ഷുഡ് ബി ദ അസംഷൻ ഓൺലി. സോ അങ്ങനെ വരുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. ദെൻ അൺനെസസറി ആയിട്ടുള്ള പെർക്സ്, അതായത് സാലറിയിൽ വരുന്നതും ഇൻസെന്റീവ്സിൽ വരുന്ന പെർക്സും ഫ്രഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്നതൊക്കെയാണ് അൺനെസസറി പെർക്സിൽ വരുന്നത്. ദെൻ ക്രിയേറ്റീവ് അക്കൗണ്ടിങ് സിസ്റ്റംസ്, അതായത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റംസിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസിൽ പെട്ടെന്ന് ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് വരുന്ന ഇഷ്യൂസ്. ദെൻ അതേപോലെ തന്നെ പേഴ്സ്യൂയിങ് പവർ ആൻഡ് സെൽഫ് എസ്റ്റീം ഗോൾസ്, അതായത് സെൽഫ് എസ്റ്റീം ഗോൾസിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് അവരുടെ ഒരു കാര്യം മാത്രം പ്രോഫിറ്റ് എന്നുള്ളതിന്റെ ബേസിസിൽ മാത്രം പോകുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, ഇതൊക്കെയാണ് കോസസ് ആയിട്ട് വരുന്നത്. ദെൻ ഇങ്ങനെ വരുന്ന കോസസിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട്
ത്രെഡ്സ് ഓഫ് ഫയറിംഗ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. മാനേജേഴ്സിനെ കറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള മീറ്റിംഗും കാര്യങ്ങളും നടത്തുക, കറക്റ്റ് ആയിട്ടുള്ള റെമുനറേഷൻസ് കൊടുക്കുക, ഇൻഫർമേഷൻസും എല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ത്രെറ്റ് ഓഫ് ഹോസ്റ്റൽ ടേക്ക് ഓവർ. ഹോസ്റ്റൽ ടേക്ക് ഓവർ എന്ന് പറയുന്ന സമയത്ത് അതായത് ടു സെൽ ദ കമ്പനി ടു ദ അനദർ കമ്പനി, ഒരു കമ്പനിനെ ഇന്നൊരു കമ്പനിയിലോട്ട് സെൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ ലോസിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് റെമുനറേഷനും കൊടുക്കുന്നില്ല, അവരുടേതായിട്ടുള്ള ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് അതാണല്ലോ പ്രശ്നം വരാൻ സാധ്യത കൂടുതൽ. സോ ഒരു കമ്പനി ഇന്നൊരു കമ്പനിയിലോട്ട് തന്നെ സെൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് രണ്ടാളുടെയും എല്ലാവരുടെയും താല്പര്യം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ പെർഫോമൻസ് ബേസ്ഡ് ഓൺ റെമുനറേഷൻ. റെമുനറേഷന്റെ ബേസിസിൽ വരുന്ന പെർഫോമൻസ്, അവരുടെ ഒരു താല്പര്യം കൂടി ചോദിക്കുക. അതായത് ബോണസ് നമ്മൾ കുറച്ചുകൂടി ബോണസ് ഇംപ്രൂവ്മെന്റ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ദെൻ വോളണ്ടറി കോഡ് ഓഫ് എത്തിക്സ്. അതായത് ഓരോ മാനേജേഴ്സിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ടാകും. സോ അത് അവരുടെ ബേസിസിൽ ഇൻട്രസ്റ്റിൽ ഒക്കെ നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്നുള്ളതിന്റെ ബേസിസിലല്ല, അവർക്ക് അതിൻ്റെതായിട്ടുള്ള എത്തിക്സും കാര്യങ്ങളും എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യിപ്പിക്കാൻ. ദെൻ റിവാർഡിംഗ് മാനേജേഴ്സ് വിത്ത് ഷെയർസ്. അതായത് അവർക്ക് തന്നെ നമ്മളുടെ ഒരു ഷെയർസിൽ ഒരു വിഹിതം കൊടുത്തിട്ട് മാനേജേഴ്സിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, ഒരു മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ബേസിസിലാണ് ഈ മാനേജേഴ്സിന് ഷെയർസ് കൊടുക്കുക എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഇതാണ് ആദ്യം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഓണേഴ്സ് who possess the majority or controlling interest in the firm and the minority or non-controlling owners എന്നുള്ളത്. അതായത് നമുക്കറിയാം ഈ മൈനോറിറ്റിയും അതേപോലെ തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പോയ സെമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പ്രോബ്ലംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മൈനോറിറ്റി എന്താണ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കൺട്രോളിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന് 50% ഷെയർസ് വന്നിട്ട് നമ്മുടെ പാരന്റ് കമ്പനി എടുക്കുകയാണെങ്കിൽ അതിലത്തെ ബാലൻസ് ഒരു 10% സംതിങ് വന്നിട്ട് മറ്റൊരു കമ്പനീസ്, അതായത് ഔട്ട്സൈഡേഴ്സ് ആണെങ്കിൽ അവരെയാണ് നമ്മൾ മൈനോറിറ്റി എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് വന്നിട്ട്, അതായത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനും അവകാശം ഉണ്ടല്ലോ അസറ്റ്സിലും ലൈബിലിറ്റീസിലും എന്ത് കാര്യങ്ങൾ വന്നാലും. സോ അവർക്ക് ആ ലൈബിലിറ്റീസോ കാര്യങ്ങളോ അസറ്റ്സോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ്സോ ഒരു കാര്യങ്ങളും ഇവർ കൊടുത്തില്ല എന്ന് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ ഷെയർസ് കുറച്ച് കൊടുത്തോ, അല്ലെങ്കിൽ ഓണേഴ്സിന് തന്നെ, അതായത് പാരന്റ് കമ്പനി തന്നെ കൂടുതൽ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ കൂടുതൽ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസ് ആണ് ഈ രണ്ടാമത്തത് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് എഫക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓണേഴ്സ് വന്നിട്ട് ലൈക്ക് പാരന്റ് കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനോറിറ്റീസിൽ വന്നിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഷെയർസ് കാര്യങ്ങൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് വരുന്നത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഫേം itself and the other parties with whom the firm contracts such as creditors, employees, government and customers. ഇവർ തമ്മിൽ വരുന്ന ഒരു കോൺഫ്ലിക്ട് ലൈക്ക് ഫേം ആസ് വെൽ as എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഇവർ തമ്മിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ക്രെഡിറ്റേഴ്സ് വെസ് ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ വരുന്നത്. ക്രെഡിറ്റേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ക്രെഡിറ്റേഴ്സ് അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ നമ്മൾ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻഡ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. അവർക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണല്ലോ, ആ ഫിക്സഡ് ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ആ ഡിവിഡൻഡിൽ നമ്മൾ ലോസ്, കമ്പനിക്ക് ലോസ് ആയാലും ആ ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിയിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെ കോസസ് ആണ് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വരാനുള്ള റീസൺസ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് വന്നിട്ട് അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. അതായത് ബോറോഡ് ഫണ്ട്സ് ഉണ്ടാവുന്ന സമയത്ത് അത് വേറൊരു കമ്പനിയിലോ അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിലോ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസ്. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന പ്രോബ്ലംസ്. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവരുടെ ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ലോ റിസ്ക് എന്നുള്ളതിന്റെ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൈ റിസ്ക് ആയിട്ടുള്ള പ്രൊജക്ടിന് ലോ റിസ്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതും പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസ്പോസിങ് ഓഫ് കൊളാട്രൽ അസറ്റ്സ്. കൊളാട്രൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക്. സോ ആ കൊളാട്രൽ അസറ്റ്സിൽ വരുന്ന ഡിസ്പോസൽസും കാര്യങ്ങളിൽ വരുന്ന പ്രോബ്ലംസ്. ദെൻ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്ന് വന്നിട്ട് ത്രെഡ്സ് ആണ്. ത്രെഡ്സ് എന്ന് പറയുന്ന സമയത്ത് ഫ്യൂച്ചർ ക്രെഡിറ്റേഴ്സിന് വന്നിട്ട് വിൽ നോട്ട് ബി ഗ്രാൻഡഡ് ഇഫ് ദ ഫണ്ട്സ് ആർ മിസ്യൂസ്ഡ്. അതായത് ഈ ഫണ്ട്സ് വന്നിട്ട് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചർ ക്രെഡിറ്റേഴ്സിന് നമ്മൾക്കത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യേണ്ടത്. ദെൻ കൊളാട്രൽ സെക്യൂരിറ്റീസിന്റെ കാര്യങ്ങളിൽ നമ്മൾ നെസസറി ആയിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ കൊളാട്രൽ സെക്യൂരിറ്റീസ് നമ്മൾ മേടിച്ചു വെക്കുക എന്നുള്ളതാണ്. ദെൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് വന്നിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഡിമാൻഡ്സും റെപ്രസെന്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
സോ അങ്ങനെ വരുന്ന സമയത്ത് അത് എത്രത്തോളം നമ്മളുടെ ഡെപ്റ്റ് ക്യാപിറ്റലിൽ നമ്മൾ യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു സൊല്യൂഷൻ. ദെൻ കൺവേർട്ടബിലിറ്റി ആണ്, അതായത് നമ്മളുടെ ഡെപ്റ്റ് ക്യാപിറ്റലിനെ നമ്മൾക്ക് പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ നോക്കാം. ദെൻ അതേപോലെ തന്നെ കോളബിലിറ്റി പ്രൊവിഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ലൈക്ക് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് അവർക്ക് അവരുടേതായിട്ടുള്ള പേയ്മെന്റ്സ് നമ്മൾ പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ നോക്കുക, അവർക്ക് കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സൊല്യൂഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഗവൺമെന്റ്സിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ആണ്, അതായത് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഫേംസ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ വരുന്ന ആദ്യത്തെയാണ് ക്രെഡിറ്റേഴ്സ്, രണ്ടാമത് വരുന്ന പേഴ്സൺസ് ആണ് ക്രെഡിറ്റേഴ്സിന് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗവൺമെന്റ് ആൻഡ് ഓണേഴ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഇവർക്ക് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറയുന്ന സമയത്ത് ഒന്ന് വന്നിട്ട് ഇല്ലീഗൽ ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോബ്ലമാണ്. എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ലൈക്ക് നമ്മളുടെ ടാക്സ് അവോയ്ഡൻസ് ചെയ്യാനോ ഇവൈഡ് ചെയ്യാനോ നോക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന മാനിപ്പുലേഷൻസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതൊരു കോസസ് ആണ്. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ചെയ്യുക. ഓക്കെ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്ന് പറയുന്ന സമയത്ത്. അതേപോലെ തന്നെ അവോയ്ഡിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സർട്ടൈൻ ഏരിയ ഓഫ് ദ എക്കോണമി, അതായത് ചില ഏരിയസിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാതെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്, ലൈക്ക് എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ ഹെൽത്തിലോ എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു കമ്പനി റൺ ചെയ്ത് പോവുക എന്നുള്ളതും പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് കോസസ്. ദെൻ ഇങ്ങനെ വരുന്ന കോസസിനെ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് മോണിറ്ററിംഗ് കോസ്റ്റ്, അതായത് എന്തൊക്കെ കോസ്റ്റ് വരുന്നത് എന്നുള്ളത് നോക്കുക, ലൈക്ക് ഓഡിറ്റ് നടത്തുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അതേപോലെ തന്നെ നമ്മുടെ GST ഫയലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ സൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ലോബി ഫോർ ഡയറക്ടർഷിപ്പ് റെപ്രസെന്റേഷൻ. സോ ഇതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർഷിപ്പ് റെപ്രസെന്റേഷൻ വന്നിട്ട് അതായത് ബോർഡ് ഉണ്ടാകും. ഓക്കെ, സോ അതിൽ തന്നെ നമ്മളുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയി ചെയ്യുക എന്നുള്ളതാണ് ഈ ലോബി ഫോർ ഡയറക്ടർഷിപ്പ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻസെന്റീവ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുക്കുക. ഓക്കെ, ഇൻസെന്റീവ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, അതിന്റെ റിസ്കിന്റെ ബേസിസിൽ വേണം ചെയ്യേണ്ടതായിട്ട്. ദെൻ ലീഗൽ ലെജിസ്ലേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇതിൽ തന്നെ വരുന്ന മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സും ഓഡിറ്റേഴ്സും തമ്മിൽ വരുന്നത്. ദെൻ ഹൈ ഓഡിറ്റ് ഫീസ് വേണം എന്ന് പറയുന്ന സമയത്ത് വരുന്ന ഒരു പ്രോബ്ലം, ദെൻ നെഗ്ലൻസസ് കൊണ്ട് വരുന്ന ഒരു പ്രോബ്ലംസ്, അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുമല്ലോ, സോ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ പെർഫോമൻസ്, അതൊക്കെയാണ് ഈ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്, അതിലൊക്കെയാണ് നമ്മൾക്ക് കോസസ് വരുന്നത്. ദെൻ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് റിമൂവൽ, അതായത് നമ്മുടെ ഓഡിറ്റേഴ്സിന്റെ മീറ്റിംഗിന്റെ കാര്യം നടത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് വേണം നമ്മൾ ഒരു കാര്യം ഓഡിറ്റിംഗ് പർപ്പസിന് തന്നെ അവരെ വിടാനായിട്ട്. ഓക്കെ, അതാണ് ഒന്ന്. ദെൻ ലീഗൽ ആക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക, എന്തെങ്കിലും മിസ്ലീഡിങ്സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്സോ എന്തെങ്കിലും ലോസസോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ലീഗൽ ആക്ഷൻസിലോട്ട് പോവുക. ദെൻ റിഡ്രസൽ കാര്യങ്ങളിലോട്ട് പോവുക. ഒക്കെ നമ്മുടെ റിഡ്രസൽ ഏജൻസീസും കാര്യങ്ങളും റിഡ്രസൽ ബോഡീസ് ഉണ്ടാകും, ഓരോ കമ്പനീസിനും ഉണ്ടാകും, ആ റിഡ്രസൽ ബോഡീസിലോട്ട് നമ്മൾ പോവുക. ദെൻ നെക്സ്റ്റ് നമ്മളുടെ ഓഡിറ്റ് കമ്മിറ്റിയും അതേപോലെ തന്നെ ഓഡിറ്റ് റിവ്യൂസ് നമ്മൾ കറക്റ്റ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് നാലാമത്തെ വരുന്ന പേഴ്സൺസ് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സും ഫേംസും തമ്മിൽ എന്തൊക്കെ കോസസ് വരുന്നത്, ഒന്ന് അതിന്റെ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രോബ്ലം ആയിരിക്കും, പിന്നെ ക്വാളിറ്റി കുറവായിട്ട് കൊടുക്കുന്ന സമയത്ത്, ദെൻ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെ അഡ്വർടൈസിംഗിലൂടെ മിസ്ലീഡിങ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രോബ്ലം, ദെൻ അതേപോലെ തന്നെ എൻവയോൺമെന്റിന് എന്തെങ്കിലും പൊല്യൂഷൻസ് കൊണ്ടുവരുന്ന പോലെ ചെയ്യുക, ദെൻ അതേപോലെ തന്നെ അഡൾട്രേഷൻ എന്നുള്ളതൊക്കെയാണ് കോസസ് ആയിട്ട് വരുന്നത്. ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് വന്നിട്ട് ലീഗൽ സിസ്റ്റത്തിലൂടെ തന്നെ ഇത് പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കുന്ന രീതിയിലോട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ മാക്സിമം നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളൊരു സ്ട്രോങ് കസ്റ്റമർ റിഡ്രസൽ മെക്കാനിസം തന്നെ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ടാകും. അതായത് കസ്റ്റമേഴ്സും അതേപോലെ തന്നെ കമ്പനിയും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദെൻ എൻഫോഴ്സിങ് ക്വാളിറ്റി, ഓക്കെ, ക്വാളിറ്റീസും സ്റ്റാൻഡേർഡ്സും നമ്മൾ കൊണ്ടുവരിക. ദെൻ അതേപോലെ തന്നെ എഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് നമ്മളുടെ എൻവയോൺമെന്റ് ലോന്റെ ബേസിസിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് നമ്മളുടെ ഏജൻസി പ്രോബ്ലംസും ടൈപ്സ് ഓഫ് ഏജൻസി പ്രോബ്ലംസും പിന്നെ അതിന്റെ കോസസ് എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഈ ഏജൻസി തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജൻസി തിയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏജൻസി എന്ന് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പളും ഏജന്റും ആ രണ്ട് പേഴ്സൺസും വേണം. ഓക്കെ, സോ ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്നതാണ് ഓണർ എന്ന് പറയുന്നത്, ലൈക്ക് നമ്മുടെ ഷെയർ ഹോൾഡർ. ഏജന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പളിന് ബിഹാഫായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ, ലൈക്ക് നമ്മുടെ മാനേജർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഏജൻസി തിയറിയിൽ രണ്ട് പേഴ്സൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ
ഈ പ്രിൻസിപ്പളും ഏജന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും അതേപോലെ തന്നെ ഇവരെടുക്കുന്ന ഡിസിഷൻസിനും കാര്യങ്ങളിലെയാണ് ഈ ഏജൻസി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, മാനേജർ ആർ ദ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓർഡർ ഓഫ് ദ ഓർഗനൈസേഷൻ. ഇൻ ലാർജ് കമ്പനീസ് ദർ ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ഓണർ. ദിസ് ഈസ് കോൾഡ് ദ ഏജൻസി തിയറി ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഏജൻസി തിയറി എന്ന് പറയുന്നത്. സോ ഈ ഏജൻസി തിയറിയുടെ ബേസിസിൽ തന്നെ നമുക്ക് പറയുന്നത് ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഷെയർ ഹോൾഡർ ആൻഡ് ദയർ കമ്പനീസ് മാനേജേഴ്സ്. ഓക്കെ, അവർ രണ്ടാളും തമ്മിൽ വരുന്ന കോൺഫ്ലിക്റ്റിനെയാണ് നമ്മുടെ ഏജൻസി കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ്, പ്രിൻസിപ്പൽസ്, അതേപോലെ തന്നെ മാനേജേഴ്സ്, മറ്റുള്ള ഏജൻസ് എന്നുള്ള ഇവർ തമ്മിൽ വരുന്ന ആ കോൺഫ്ലിക്റ്റും അതേപോലെ തന്നെ അവരുടെ ഷെയർ വാല്യൂസിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ദ ഏജൻസി പ്രോബ്ലം ജനറലി റിസൾട്ട് ഇൻ ദ ഏജൻസി കോസ്റ്റ് ദാറ്റ് ദ പ്രിൻസിപ്പൽ ഷുഡ് ബിയർ. So, the agency cost refers to the cost incurred because of the conflict interest between the management of the company and its shareholders എന്നുള്ളതാണ് ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഏജൻസി കോസ്റ്റിനും കുറെ ടൈപ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഡയറക്റ്റ് ഏജൻസി കോസ്റ്റും ദെൻ ഇൻഡയറക്റ്റ് ഏജൻസി കോസ്റ്റ് എന്നുള്ള 2 ടൈപ്സ് ആണ് വരുന്നത്. അതിൽ ഡയറക്റ്റ് ഏജൻസി കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് എക്സ്പെൻഡിച്ചറും മോണിറ്ററിംഗ് കോസ്റ്റും ബോണ്ടിങ് കോസ്റ്റും റെസിജ്വൽ കോസ്റ്റും എന്നുള്ളതാണ്. ഓക്കെ, ഈ കോർപ്പറേറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഈ കമ്പനീസിന്റെ മാനേജേഴ്സിന് വന്നിട്ട് അവർക്ക് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, ലൈക്ക് ഹൈ പെർക്സ് ടു മാനേജേഴ്സ് ഇസ് ദ കോസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡർ. അതായത് നമ്മളുടെ ഈ കോർപ്പറേറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവർക്ക് അവരുടേതായിട്ടുള്ള പേർക്സും ഇൻസെന്റീവ്സും കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഏജന്റിന് നമ്മൾ പൈസ കൊടുത്തു, ഓക്കെ, പക്ഷെ അവർക്ക് കിട്ടി, പക്ഷെ ഷെയർ ഹോൾഡേഴ്സിന് അത് നഷ്ടമാണല്ലോ. അവർക്ക് കൂടുതൽ കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കമ്പനീസിന് അത് നഷ്ടമാണ്. അതാണ് കോർപ്പറേറ്റ് എക്സ്പെൻഡിച്ചർ. ദെൻ മോണിറ്ററിംഗ് കോസ്റ്റ്. മോണിറ്ററിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ നമ്മുടെ സൂപ്പർവൈസേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യില്ലേ, സൂപ്പർവൈസറിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവരെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മളൊരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് തന്നെ ഒരു പേഴ്സണെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. സോ അവർക്ക് വെരിഫിക്കേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഒരു ഓഡിറ്റേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ആ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ മോണിറ്ററിംഗ് കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ ബോണ്ടിങ് കോസ്റ്റ്. ബോണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഓണേഴ്സിന്റെ സേഫ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കോൺസിക്വൻസസ്, പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്ന കോൺസിക്വൻസസിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. സോ അങ്ങനെ സേഫ് ഗാർഡ് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിലോട്ട് വരുന്ന സമയത്ത് അവരെ എഫക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഇതിന് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ലോസസോ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ ഈ ബോണ്ടിങ് കോസ്റ്റിലായിരിക്കും നമുക്ക് വരുന്നത്. ദെൻ റെസിജ്വൽ കോസ്റ്റ് ആണ്. റെസിജ്വൽ കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഈ മോണിറ്ററിങ്ങും ബോണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു ഇത് രണ്ടും പറ്റാതെ വരുന്ന സമയത്ത് ഇത് രണ്ടും പറ്റത്തില്ല, ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി നമ്മൾ ഒരു മോണിറ്ററിംഗ് പെർപ്പസിന് കൊണ്ടുവരണം എന്നുള്ള സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരുന്നതാണ് ഈ റെസിജ്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ഈ പ്രിൻസിപ്പൽ ഏജന്റ് എന്നുള്ളതിന്റെ ബേസിസിൽ തന്നെ നമുക്ക് ഒരു അഡീഷണൽ കോസ്റ്റ് കൂടി നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ഈ റെസിജ്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് ഇൻഡയറക്റ്റ് ഏജൻസി കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ലോസിന്റെ ബേസിസിൽ നമുക്ക് വരുന്നതാണ്. അതായത് കമ്പനീസിന് വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഓർഡേഴ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ലോബീസോ വരുന്ന സമയത്താണ് ഈ ഇൻഡയറക്റ്റ് ഏജൻസി കോസ്റ്റ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഏജൻസി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇത് നമ്മളുടെ ചാനലിൽ തന്നെ ഈ വീഡിയോ ഉണ്ട്, ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് വരുന്നത്. സോ ഇതോടെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയി. സോ നിങ്ങൾ വീഡിയോസ് മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.